ത്രൈവ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ 6 മാസത്തെ ലേണിംഗ് ഡിസോർഡർ മാനേജ്മെൻറ്റ് എന്ന കോഴ്സ് നടത്തുന്നുണ്ട്. ത്രൈവിലേക്ക് തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായി റെമഡിയേറ്ററായി ടീച്ചർമാരുടെ അഭാവം വന്നപ്പോൾ നാം ഡിസൈൻ ചെയ്തൊരു കോഴ്സാണ്. കാരണം കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ ഇപ്പോൾ ത്രൈവിലെ 40 ടീച്ചർമാരെ കൊണ്ട് പറ്റുന്നില്ല. കൂടുതൽ ടീച്ചേഴ്സിനെ ഉണ്ടാക്കുക, ഒരു 250 ടീച്ചേഴ്സിനെ ഉണ്ടാക്കി എല്ലാ ബാച്ചിലേക്കും 1000 കുട്ടികളെ എടുക്കുക എന്നുള്ളതാണ് ത്രൈവിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് റെമഡിയൽ കോഴ്സ് ആരംഭിച്ചിട്ടുള്ളത്. ഡിപ്ലോമ കോഴ്സ് വിജയകരമായി 2 ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ ബാച്ച് ഈ ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യും. ഞാനിപ്പോഴിത് പറയുന്നത് +2 ആണ് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള യോഗ്യത. ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് വിളിക്കുന്ന ത്രൈവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും 90% ആളുകളും ഡിഗ്രിയും PGയും മറ്റു പല യോഗ്യതകളും ഉള്ളവരാണ്. ആ സമയത്ത് ഒരിക്കൽ ഞാൻ ചിന്തിച്ചതാണ്, ഇത്രയും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇത്രയും സ്കില്ലുള്ള ആളുകൾ എന്തുകൊണ്ട് ഇത്രയും കാലം ജോലി ചെയ്യുന്നില്ല എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, കുടുംബപരമായ കാരണം കൊണ്ടോ മറ്റു പല സാഹചര്യങ്ങൾ കൊണ്ടോ വീട്ടിൽ നിന്ന് പുറത്തു പോയി ജോലി ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല. പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് കൊണ്ടോ അല്ലെങ്കിൽ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ ശാരീരിക അവശതകൾ കൊണ്ടോ പുറത്തേക്ക് പോയി ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും എഡ്യൂക്കേറ്റഡായ സ്കില്ലുള്ള ആയിരക്കണക്കിന് യുവതികളാണ്, സ്ത്രീകളാണ് വീട്ടിൽ അവരുടെ കഴിവുകൾ ഒതുക്കി നിൽക്കുന്നത്. ആ സമയത്താണ് ത്രൈവ് ചെയ്യുന്ന സേവനത്തെക്കുറിച്ച് അഭിമാനം തോന്നിയത്. നിങ്ങൾക്ക് കുടുംബപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതോടുകൂടി നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠനപ്രയാസം അനുഭവിക്കുന്ന കുട്ടികളുടെ പ്രയാസം തീർത്തു കൊടുക്കാനുള്ള എല്ലാ വഴികളും ത്രൈവ് നൽകുകയാണ്. പഠനപ്രയാസം അനുഭവിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന മെത്തഡോളജിയായ റെമഡിയേഷൻ്റെ തിയറിയും പ്രാക്ടിക്കലും നൽകുകയും അതിന് സർട്ടിഫിക്കേഷൻ നൽകുകയും അതിന് പുറമെ നിങ്ങൾക്ക് ജോലി നൽകുകയും ചെയ്യുന്നു. ഇതിലൂടെ സമൂഹത്തിൽ അഭ്യസ്തവിദ്യരായ നല്ല നൈപുണ്യമുള്ള വീടുകളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന ഒട്ടേറെ യുവതികൾക്ക് ജോലി നൽകാൻ ത്രൈവിലൂടെ എനിക്ക് സാധിച്ചു എന്നതിൽ വളരെ അഭിമാനബോധം തോന്നുന്നൊരു നിമിഷമാണിത്.